തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിൽ ഇരുചക്രവാഹന യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. സൂര്യശ്രീ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. സൂര്യ, ആ ദൃശ്യം അത് പേടിപ്പെടുത്തുന്നതാണ്. കാരണം ഒരു വളവാണ്, അവിടെ ഒരു കാരണവശാലും മറികടക്കാൻ പോകാൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ പാടില്ലാത്തതാണ്. അവിടെ ഒരു കാറിനെ, 2 കാറുകളെ മറികടക്കാനുള്ള ബസ്സിന്റെ ശ്രമം, എതിരെ വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാരി അവരുടെ വെട്ടിച്ചതുകൊണ്ട് മാത്രമാണ് അവിടെ ഒന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത് ആ അപകടത്തിൽ നിന്നും. അവർക്ക് തന്നെ വലിയൊരു അത്ഭുതം നമുക്ക് തോന്നുന്ന ദൃശ്യങ്ങൾ അത് വ്യക്തവുമാണ്. അവർ തിരിഞ്ഞു നോക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ആ ബസ് അപ്പോൾ പോലും അവിടെ വേഗം കുറയ്ക്കാനോ നിർത്താനോ ഒന്നും ശ്രമിച്ചില്ല. ഡ്രൈവർ അത് ഓടിച്ചു പോവുകയുമാണ്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, കൊടുങ്ങല്ലൂർ ഷൊർണൂർ ദേശീയപാതയിൽ ഇന്ന് രാവിലെ 8:45 കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് ഇത്തരത്തിൽ നിയമം തെറ്റിച്ച് തെറ്റായ ദിശയിൽ വന്ന് ഇത്തരത്തിലൊരു വലിയൊരു അപകടം ഉണ്ടാക്കിയേക്കാവുന്ന രീതിയിൽ ബസ്സിന് സഞ്ചരിച്ചിരിക്കുന്നത്. ഇതിൽ എതിരെ വന്ന സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിക്കാൻ ശ്രമിക്കും വിധമാണ് ഇത്തരത്തിലാണ് ഈ ബസ്സിന്റെ ഓട്ടം ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 8:45 സംഭവം ഉണ്ടായിരുന്നത്. ബസ് അമിത വേഗതയിലെത്തിയ ബസ് തെറ്റായ ദിശയിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ സ്കൂട്ടർ യാത്രക്കാരി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ഒപ്പം തന്നെ അത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു ഭിന്നശേഷിക്കാരനായ ഒരു ലോട്ടറി കച്ചവടക്കാരൻ ആ പാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലേക്കാണ് ബസ് അമിത വേഗതയിലേക്ക് എത്തിയത്. ഭാഗ്യത്തിനാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലൊരു അപകടമൊന്നും തന്നെ ഉണ്ടാകാതിരുന്നത്. ബസ്സിന്റെ അമിത വേഗതയും തെറ്റായ ദിശയിൽ വന്നതും ഒക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകളുടെയൊക്കെ തന്നെ അമിത വേഗത ഇതിനു മുൻപ് തന്നെ യാത്രക്കാരൊക്കെ നിരവധി തവണ പരാതിപ്പെട്ടാണ്. നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിൽ ഈ ഒരു സ്വകാര്യ ബസ്സുകൾക്കെതിരെ, മത്സരയോട്ടങ്ങൾ നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇത്തരത്തിൽ പ്രദേശവാസികൾക്കൊക്കെ തന്നെ പറയാനുള്ളത്. പ്രജിൻ, എന്തായാലും ഒരു എക്സ്പേർട്ട് റൈഡറാണ് ആ സ്ത്രീ എന്ന് പറയാതെ വയ്യ. കാരണം ആ സമയത്ത് ആ രീതിയിൽ വെട്ടിക്കുക, തൊട്ടടുത്ത് തന്നെ ഒരാൾക്ക് പോലും അപകടമുണ്ടാവാത്ത രീതിയിലാണ് അവരതിൽ നിന്നും മാറിപ്പോയത്. വലിയൊരു അപകടമാണ് അവിടെ നിന്ന് ഒഴിവായ. സുരേശ്വരിയാണ് വിശദാംശങ്ങൾ നൽകിയത്.